ഹായ് ഓൾ, വെൽക്കം ടു എജൂസ് അക്കാഡമി. നമ്മുടെ ലക്നൗവിലെ SGPGA ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിന് റിക്രൂട്ട്മെൻറ്റ് വിളിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? സോ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ വഴിയാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് SGPGA MS-ൻ്റെ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്കതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് വരിക sgpgims.org.in കേട്ടോ. sgpgims.org.in. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, sgpgims.org.in. സോ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും കിട്ടുക കേട്ടോ. അതിനകത്ത് നോക്കിക്കേ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഈ കറണ്ട് ഓപ്പണിങ്സ് ക്ലിക്ക് ചെയ്യുക കേട്ടോ. റിക്രൂട്ട്മെന്റിന്റെ അണ്ടറിൽ കറണ്ട് ഓപ്പണിങ്സ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ് പേജ് ആയിരിക്കും കിട്ടുക. അതായത് റിക്രൂട്ട്മെന്റ്സ് ബാർ അഡ്മിഷൻസ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇവിടെയാണ് നമുക്ക് സീരിയൽ നമ്പർ കാണുക. നമുക്ക് ഈ സീരിയൽ നമ്പർ കാണുന്നുണ്ട്. അതിൽ 3ാമത്തെ സീരിയൽ നമ്പറിലാണ് നമ്മുടെ ഈ റിക്രൂട്ട്മെന്റ് കിടക്കുക. അതായത് റിക്രൂട്ട്മെന്റ് ഓഫ് നോൺ ടീച്ചിങ് പോസ്റ്റ് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുക. അതിൽ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഫോർ രജിസ്ട്രേഷൻ ഹാസ് ബീൻ മെയ്ഡ് ലൈവ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് 19th ജൂൺ ആണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ എൻഡ് ഡേറ്റ് വരിക, അതായത് ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുക ജൂലൈ 18 വരെയാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ അപ്ലൈ ഓൺലൈൻ ഉണ്ട്. ഈ അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വെബ് പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരിക. അതിനകത്ത് ആപ്ലിക്കേഷൻ ഫോം ഓപ്പണിംഗ് ഡേറ്റ് 18th ജൂണും ആപ്ലിക്കേഷൻ ഫോം ക്ലോസിംഗ് ഡേറ്റ് 18th ജൂലൈ കേട്ടോ. അപ്പോൾ 18 ജൂലൈ 2025. അപ്പം നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് 18th ജൂലൈ വരെ സബ്മിറ്റ് ചെയ്യാം. പക്ഷേ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ന്യൂ യൂസർ, അതുകൂടാതെ ക്ലിക്ക് ഹിയർ ടു ലോഗിൻ ഫോർ ഓൾറെഡി രജിസ്റ്റർഡ് യൂസേഴ്സ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ ന്യൂ യൂസർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന്റെ വെബ് പേജ്, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെബ് പേജ് ഓപ്പൺ ആയി വരും. ജസ്റ്റ് ലോഡിംഗ് ആണ്, ഓപ്പൺ ആയി വരും. സോ അതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് നമ്മൾ മോസില്ല ഫയർഫോക്സ് അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം വഴി ബ്രൗസർ വഴി ആയിരിക്കണം ഇത് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ഫോമിന് വേണ്ടി നമുക്കൊരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. കൂടാതെ ഈ യൂസർ ID പാസ്വേഡ് നമുക്ക് കിട്ടുക SMS അല്ലെങ്കിൽ മെയിൽ ID വഴിയാണ്. കൂടാതെ അതിനുശേഷം സ്റ്റെപ്പ് 3 പറയുക ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം. 4ാമത്തെ സ്റ്റെപ്പായിട്ട് വരിക അപ്ലോഡ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ ആൻഡ് അതർ ഡോക്യുമെന്റ്സ്. 5ാമത്തെ സ്റ്റെപ്പ് സബ്മിഷൻ ഓഫ് ഫീസ്. 6ാമത്തെ സ്റ്റെപ്പ് ടേക്ക് പ്രിന്റ് ഔട്ട് ഓഫ് ഫിൽഡ് ആപ്ലിക്കേഷൻ ഫോം വിത്ത് ട്രാൻസാക്ഷൻ ID പ്രിന്റഡ് ഓൺ ഇറ്റ്. ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണ്, അപ്പം ഡോക്യുമെന്റ്സ് ഒന്നും നമുക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതാണ് രജിസ്ട്രേഷൻ ഫോമിന്റെ പേജ് വരിക. സോ രജിസ്റ്റർ ടു ഗെറ്റ് യൂസർ ID ആൻഡ് പാസ്വേഡ്. അപ്പോൾ നമുക്ക് പോസ്റ്റ് അപ്ലൈഡ് ഫോർ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് ഈ സ്ക്രോൾ ഡൗൺ ബട്ടൺ തന്നെയാണ്. അതിന്റെ ആദ്യമായിട്ട് തന്നെ കിടപ്പുണ്ട് നമ്മുടെ നഴ്സിംഗ് ഓഫീസർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാൻഡിഡേറ്റിന്റെ ഫസ്റ്റ് നെയിം നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നെയിംസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മിഡിൽ നെയിം മാൻഡേറ്ററി അല്ല കേട്ടോ. മിഡിൽ നെയിം ഉള്ളവർ അങ്ങനെ തന്നെ കൊടുക്കണം. കാരണം ആക്ച്വലി നെയിം നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ സെയിം നെയിം തന്നെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ വേണ്ടതായിട്ട് വരും. സോ ഞാൻ ഫസ്റ്റ് നെയിമും പിന്നെ ലാസ്റ്റ് നെയിമുമാണ് കൊടുക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ഫാദേഴ്സ് നെയിം കൊടുക്കുക. ഫാദേഴ്സ് നെയിം കൊടുക്കുക. ഈ നെയിം അതായത് നെയിം, സ്പെല്ലിങ്, അതിന്റെ ഇനിഷ്യൽ എല്ലാം നമ്മുടെ ഡോക്യുമെന്റിൽ ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് പിന്നീട് റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ സെലക്ട് ചെയ്തു. ഏജ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതിൽ വന്നോളും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഒരു മൊബൈൽ നമ്പർ നമ്മൾ കൊടുക്കുക. അതായത് നമുക്ക് OTP ലഭിക്കാനുള്ള മൊബൈൽ നമ്പർ. അതുകൂടാതെ തന്നെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ മൊബൈൽ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് വരിക നമ്മുടെ അതർ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ജെൻഡർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ജെൻഡർ, പിന്നെ മരിറ്റൽ സ്റ്റേറ്റസ്. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്ന മെനു എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ രജിസ്ട്രേഷന് കൊടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അതർ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ജെൻഡർ, മരിറ്റൽ സ്റ്റേറ്റസ്, നാഷണാലിറ്റി, ഡൊമിസിൽ സ്റ്റേറ്റ്, അപ്ലൈഡ് കാറ്റഗറി,
സോഷ്യൽ കാറ്റഗറി, സബ് കാറ്റഗറി, ഇത്രയും കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊമിസൈൽ സ്റ്റേറ്റ് നമ്മൾ ഏത് സ്റ്റേറ്റിലാണോ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ളത് സോ അത് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്ലൈഡ് കാറ്റഗറി വരുന്നത് നമുക്ക് അൺറിസർവ്ഡിലായിരിക്കും നമ്മൾ വരിക. കാരണം ഔട്ട് ഓഫ് യു പിയിലെ കാൻഡിഡേറ്റ്സിന് പ്രത്യേകിച്ച് റിലാക്സേഷൻ ഒന്നും ലഭിക്കുന്നില്ല. അതായത് ജനറൽ കാൻഡിഡേറ്റ്സിന്റെ അണ്ടറിലായിരിക്കും പോവാൻ, നമുക്കല്ലാതെ കമ്മ്യൂണിറ്റി റിസർവേഷനും കാര്യങ്ങളൊന്നും ലഭിക്കുന്നതല്ല. അപ്പം ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസിലേക്കാണ്. സോ അതിനകത്ത് മെയിൻലി കറസ്പോണ്ടിങ് അഡ്രസ്സും പിന്നെ പെർമനന്റ് അഡ്രസ്സ്, അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് വരിക. കറസ്പോണ്ടൻസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ സെൻഡ് ചെയ്യാനുള്ള അഡ്രസ്സ്. അതായത് നമ്മളിപ്പം കേരളത്തിലാണ് നമ്മുടെ ജോലി, നമ്മുടെ വീട് കേരളത്തിലാണ്, പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന ഡൽഹിയിലാണ് എങ്കിൽ കറസ്പോണ്ടൻസ് അഡ്രസ്സ് കൊടുക്കുക, ഡൽഹിയിലെ അഡ്രസ്സാണ് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പെർമനന്റ് അഡ്രസ്സ്, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സിലൊക്കെ ഉള്ള നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് നമ്മൾ എൻ്റർ ചെയ്യുക. സോ ഇവിടെ ഒരു ഓപ്ഷൻ കൂടെ ചോദിക്കുന്നുണ്ട്, ഈസ് പെർമനന്റ് അഡ്രസ് സെയിം ആസ് കറസ്പോണ്ടൻസ് അഡ്രസ്. അപ്പം അത് രണ്ടും സെയിം ആണ് എങ്കിൽ നമുക്ക് യെസ് കൊടുക്കാം. എന്നെങ്കിൽ നമുക്ക് ഈ പെർമനന്റ് അഡ്രസ്സ് വീണ്ടും ഫില്ല് ചെയ്യേണ്ടി വരുന്നില്ല. അല്ല എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് 2 അഡ്രസ്സും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ഈ രീതിയിൽ ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അതിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് വരിക 10th മുതൽ നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരിക. അതിൽ ഒരു നോട്ട് വരുന്നുണ്ട്, ബിഫോർ അപ്ലൈങ് ഐ ഹാവ് റെഡ് ദ അഡ്വർടൈസ്മെന്റ് കെയർഫുള്ളി ആൻഡ് ചെക്ക് ദ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അപ്പൊ നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ 2025 ജനുവരി 1 മുതൽ നമുക്ക് ഈ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എലിജിബിലിറ്റി നമ്മൾ നേടിയിരിക്കണം. സോ അതാണ് ഇതിന്റെ ഒരു ഡേറ്റ് കട്ട് ഓഫ് വരിക. സോ അതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ക്ലിക്ക് ഹിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെന്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം ഈ ഒരു സെക്ഷൻ ഫില്ല് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് 10th മുതലുള്ള ക്വാളിഫിക്കേഷൻസ് കൊടുക്കുക. അതായത് നെയിം ഓഫ് ബോർഡ് ഓർ സ്കൂൾ, ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് ടൈപ്പ്. നെക്സ്റ്റ് +2 ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ, അതായത് നമുക്ക് ഒന്നുകിൽ ഡിപ്ലോമ GNM വിത്ത് അതിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, അതായത് 50 ബെഡ് ഹോസ്പിറ്റലിന്റെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. അതല്ല എങ്കിൽ ഗ്രാജുവേഷൻ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല, നമുക്ക് പിന്നെ രജിസ്ട്രേഷൻ കൂടെയാണ് വേണ്ടി വരിക. അപ്പൊ ഇവിടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ഇനി ഒരുപാട് നമുക്ക് PG ക്വാളിഫിക്കേഷൻ, അതായത് അഡീഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഉണ്ട് എങ്കിൽ മാത്രം അത് കൊടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. നെക്സ്റ്റ് പോസ്റ്റ് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ മിനിമം 50 ബെഡ് ഹോസ്പിറ്റൽ. ഞാൻ പറഞ്ഞല്ലോ, എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ യെസ് കൊടുക്കുക, ഇല്ല എങ്കിൽ നോ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത്, ഡു യു ഹാവ് രജിസ്റ്റേർഡ് ആസ് നഴ്സ് ആൻഡ് മിഡ്വൈഫ് ഇൻ സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഇൻ സ്റ്റേറ്റ് ഓർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അതായത് നമുക്ക് ഏതെങ്കിലും കൗൺസിലുമായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. സോ രജിസ്ട്രേഷൻ മാൻഡേറ്ററി ആണ്, രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ഏത് സ്റ്റേറ്റിലാണോ നമുക്ക് രജിസ്ട്രേഷൻ ഉള്ളത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നമ്മുടെ രജിസ്ട്രേഷൻ ആയി കിട്ടിയ ഡേറ്റ് കൂടെ ഒന്ന് എൻ്റർ ചെയ്യുക കേട്ടോ. സോ നെക്സ്റ്റ് അതർ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ, അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ അത് എൻ്റർ ചെയ്യുക, ഇല്ല എങ്കിൽ അത് വെറുതെ ജസ്റ്റ് എൻ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് പോവുക. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ് അപ്ലോഡ് ആൻഡ് പേയ്മെന്റ് ആണ്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും വരിക നമ്മുടെ റീസെന്റ് ഫോട്ടോഗ്രാഫ് ചോദിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഫോട്ടോയുടെ സൈസ് പറയുന്നത് 50 to 80 KB ആണ് അതിന്റെ ഫോട്ടോയുടെ സൈസ് പറയുക. അതുപോലെ തന്നെ സിഗ്നേച്ചറും പറയുന്നുണ്ട്, സിഗ്നേച്ചറിന്റെ സൈസും 80 KB അണ്ടറിലായിരിക്കുക. നെക്സ്റ്റ് സ്കാൻഡ് കോപ്പി ഓഫ് യുവർ ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ്, നമ്മുടെ 10th സർട്ടിഫിക്കറ്റ് അതിന്റെ സ്കാൻഡ് കോപ്പി ചോദിക്കുന്നുണ്ട്. സോ അതിന്റെ സൈസ് പറയുക 1 MB ആണ് കേട്ടോ, മാക്സിമം 1 MB ആണ്. JPG PDF ഫോമാറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും. നെക്സ്റ്റ് സ്കാൻഡ് കോപ്പി ഓഫ് യുവർ ഇന്റർമീഡിയറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് നമ്മുടെ +2 സർട്ടിഫിക്കറ്റിന്റെ സ്കാൻഡ് കോപ്പിയാണ്, സെയിം തന്നെയാണ്. അതിന്റെ മാക്സിമം സൈസ് പറയുക 1 MB ആണ്. ഫോമാറ്റ് JPG അല്ലെങ്കിൽ PDF ഫോമാറ്റ് ആണ് ചോദിക്കുക. കൂടാതെ സ്കാൻഡ് കോപ്പി ഓഫ് യുവർ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, അപ്പം നമ്മൾ ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഒരു സ്കാൻഡ് കോപ്പി ആവശ്യമാണ്. കൂടാതെ അപ്ലോഡ് സ്കാൻഡ് കോപ്പി ഓഫ് യുവർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ നഴ്സ് ആൻഡ് മിഡ്വൈഫ് ഇഷ്യൂഡ് ബൈ സ്റ്റേറ്റ് ബാർ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. അപ്പം നമ്മുടെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യുക. അതിന്റെ ബാക്കിയുള്ള എല്ലാ നോട്ടിങ്സും സെയിം തന്നെയാണ് കേട്ടോ, ഫയൽ സൈസും ഫയൽ ഫോമാറ്റും ഒക്കെ സെയിം ആണ്. നെക്സ്റ്റ് അപ്ലോഡ് സ്കാൻ കോപ്പി ഓഫ് യുവർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ സ്കാൻ കോപ്പി കൂടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കാൻഡിഡേറ്റ് നെയിം വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ആപ്ലിക്കബിൾ ഫീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഈ ഒരു അണ്ടർടേക്കിംഗ് കൂടെ നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് അണ്ടർടേക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ ക്യാപ്ച കൂടെ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജസ് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യുക.
അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വ്യൂ ചെയ്യുക. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന, അതായത് എക്സ്ട്രീം റൈറ്റിൽ കിടക്കുന്ന സബ്മിറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഇതോടെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആകുന്നില്ല. നമുക്ക് പിന്നെ ചെയ്യേണ്ട കാര്യം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിങ് പേജിലേക്ക് പോവുക ചെയ്യുക. അപ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട്, അതായത് ഇപ്പം നമ്മൾ ജനറൽ കാറ്റഗറിയിലാണ് വരിക, അപ്പം 1180 രൂപയാണ് അതിന്റെ ഫീസ് വരിക. അപ്പം ആ ബാങ്കിങ് പേജിലേക്കായിരിക്കും പോവുക. അവിടെ നിന്ന് നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മുടെ റെഫറൻസിന് വേണ്ടി സൂക്ഷിക്കുക. അല്ലാതെ ഹാർഡ് കോപ്പി ഒന്നും തൽക്കാലത്തേക്ക് നമുക്ക് SGPG-യിലേക്ക് അയക്കേണ്ട കാര്യം വരുന്നില്ല. സോ ഈ രീതിയിലാണ് നമുക്ക് നമ്മുടെ SGPG-യുടെ നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട് വരിക.